റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള സമാധാന ചർച്ചകൾ ഇന്ന് സൗദിയിൽ നടന്നു. അമേരിക്ക, റഷ്യ വിദേശകാര്യ പ്രതിനിധികളാണ് ചർച്ചയിൽ പങ്കെടുത്തത്. സൗദി വിദേശകാര്യ മന്ത്രിയും ചർച്ചകളിൽ പങ്കെടുത്തു. യുദ്ധം ആരംഭിച്ചിട്ട് 3 വർഷം തികയുമ്പോൾ സമാധാന ശ്രമങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വളരെ താല്പര്യമെടുക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. സൗദിയിൽ വെച്ച് യുക്രൈനെ പങ്കെടുപ്പിക്കാതെ നടക്കുന്ന സമാധാന ചർച്ചകൾ യൂറോപ്യൻ യൂണിയനെ തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി വിക്ടറോവിച്ച് ലാവ്റോവ്, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, പശ്ചിമേഷ്യയിലെ ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സമാധാന ചർച്ചകൾ നടന്നത്. ഒപ്പം സൗദിയുടെ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൗദും സൗദിയുടെ സുരക്ഷാ ഉപദേഷ്ടാവും സമാധാന ചർച്ചകളിൽ പങ്കെടുത്തു. റഷ്യ ഉക്രൈൻ യുദ്ധവിരാമം സാധ്യമാകുന്ന ഈ ചർച്ചയിൽ യുക്രൈൻ പ്രതിനിധിയുടെ അസാന്നിധ്യം ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ്. യുക്രൈന്റെ പങ്കാളിത്തമില്ലാതെ എടുക്കുന്ന ഒരു തീരുമാനവും അംഗീകരിക്കില്ല എന്ന നിലപാടാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സ്വീകരിച്ചിരിക്കുന്നത്. US റഷ്യ ചർച്ചയിൽ യുക്രൈൻ വിഷയത്തോടൊപ്പം ഇരു രാജ്യങ്ങളുടെയും വിദേശനയം, അമേരിക്കൻ കമ്പനികളുടെ റഷ്യയിൽ നിന്നുള്ള പിന്മാറ്റം ഇവയെല്ലാം ചർച്ചയിൽ ഉൾപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഒരു സമാധാന കരാറുണ്ടാക്കാതെ വെടിനിർത്തൽ ഫലപ്രദമാകില്ലെന്ന യൂറോപ്യൻ യൂണിയന്റെ അഭിപ്രായം മുഖവിലക്കെടുക്കുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ചർച്ചകൾക്ക് മുന്നോടിയായി പറഞ്ഞിരുന്നു. ചർച്ചകളിൽ ഉരുത്തിരിയുന്ന തീരുമാനം സൗദിയിലെത്തുന്ന യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ അറിയിക്കും. എന്തായാലും റഷ്യയ്ക്ക് അനുകൂലമായതും യുക്രൈനെ നിർബന്ധിച്ച് ഏൽപ്പിക്കുന്ന തീരുമാനങ്ങളിലേക്കും ഈ ചർച്ചകൾ എത്തിച്ചേരുമോ എന്ന് കണ്ടറിയാം. ഇന്റർനാഷണൽ ഡെസ്ക്, ഷക്കീന ന്യൂസ്.